പല കേസിലൊക്കെ പുതിയൊരു വീഡിയോസൊക്കെ നമ്മൾ ഇന്ന് കളിക്കുമ്പോൾ മൈൻക്രാഫ്റ്റ് ജാവ അടിക്കാൻ ഇന്ന് നമ്മൾ ഒന്നും ചെയ്യാൻ പോണില്ല. എന്നല്ല, നമ്മളിന്ന് മൈനിങ് ഏരിയ ഉണ്ടാക്കാൻ പോകുന്നത്. അതും ഞാൻ മൈനിങ് ഏരിയ ഉണ്ടാക്കാൻ ഇവിടെ കുറേ സ്ഥലം നോക്കി. ഇവിടെയാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. ഇത് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിറകിലായതുകൊണ്ട് ഒരു രസമില്ല. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് പ്ലെയിൻ ആക്കിയിട്ട് ഈ വെള്ളമൊക്കെ കാണാം, ഇതൊക്കെ ഒന്ന് പ്ലെയിൻ ആക്കി എടുത്ത് നമുക്ക് ഇവിടെ ആയിട്ട് അതിനകത്ത് കുഴിയാണ്. വെയിറ്റ് ആക്കി, വലിയൊരു കുഴിയാണ് ഈ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, ഈ കുഴിയൊക്കെ ഒന്ന് അടച്ച് ഇവിടെ ഒന്ന് പ്ലെയിൻ ആക്കി എടുക്കാം. പ്ലെയിൻ ആക്കി എടുത്തിട്ട് ഇവിടെ ആയിട്ട് നമ്മളൊരു ഫാമെന്ന് മറ്റേ മൈനിങ് ഏരിയ സെറ്റാക്കി എടുക്കുന്നതായിരിക്കും. അപ്പം നമുക്കിപ്പോൾ വേണ്ടത് എന്തായാലും കുറച്ച് ഈ മണ്ണാണ്. അപ്പം കുറച്ച് മണ്ണൊന്ന് സെറ്റാക്കാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് തോണ്ടിയെടുക്കാം. ഈ മണ്ണില്ലെങ്കിൽ ഒന്നും ചെയ്തില്ലേ, നമുക്ക് തടി വെച്ച് സ്റ്റോണൊക്കെ വെച്ച് സെറ്റാക്കായിരുന്നു. പക്ഷെ അതൊരു ബോറാവുന്നു. അത് കാരണമാണ് നമ്മൾ മാക്സിമം ഈ ഒരു സാധനം വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റാൻഡൊക്കെ എനിക്ക് ഒരു ഷവലും കൂടെ ഉണ്ടാക്കിയിട്ട് തരാം അല്ലേ, ഒരു ഷവലും കൂടെ ഉണ്ടാക്കിയിട്ട് തരാം. ഇതെന്തരേ, എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടാക്കുന്ന ഒരു നല്ല പരിപാടിയാണോ? ഇത്രയും കഷ്ടപ്പെടുന്നേക്കാൾ നല്ലത് നമുക്ക് ഈ സൈഡിലാണ് ഉണ്ടാക്കി വെച്ചാൽ പോലെ. വെറുതെ എന്താ അത്ര കഷ്ടപ്പെടുന്നേ? അയ്യോ, ഒരു കാര്യം ചെയ്യാം. എനിക്കൊരു സ്ഥലം പറഞ്ഞാൽ എനിക്ക് ഈ സമാനമായും ഇഷ്ടമല്ലാത്തതിന് മെയിൻ കാര്യം ഇതാ. ഇവിടെ മൊത്തം വെള്ളം ഞാൻ തിരഞ്ഞെടുത്ത്. പോട്ട്, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ വീടിന്റെ പിറകിലായിട്ട് പരന്ന് കിടക്കുന്നു. ഇവിടെ അങ്ങോട്ട് ആക്കിയിട്ട് എടാ എവിടെയാണ് അമ്മമ്മിൽ ഇവിടുന്നേ മോനെ? നിക്കടാ ഞാൻ ഇതിനകത്തായി ഇവിടെ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതൊന്ന് അടച്ച് പൂട്ടണം. ഇതൊന്ന് അടച്ച് പൂട്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുളമാക്കാൻ വെച്ചിരുന്നേ. എനിക്കൊന്ന് ഇവിടെയൊക്കെ ആയിട്ടുണ്ടാക്കിയ പോരെ. ഇത് ഇപ്പൊ എവിടെ ഉണ്ടാകും സാധനം? ഒരു വലിയ കൺഫ്യൂഷനായി. നമുക്കൊരു കാസ്റ്റിൽ അങ്ങോട്ട് ഇത് എവിടെ നിന്നൊക്കെ അടിച്ചിടാ തന്നെ. നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം. എൻ്റെ ഒരു ഇതില് അവിടെ ആയിട്ടുണ്ടാകാം. അതൊരു നല്ല സ്ഥലമാണ് മൈനിങ് ഏരിയ. അപ്പോൾ നമുക്ക് മൈനിങ് ഏരിയക്ക് നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു നല്ലൊരു സ്ഥലമാണ്. അതാവുമ്പോൾ എനിക്ക് ഇനി മെയിനായിട്ടുണ്ട് ഈ ഒരു പാത്തൊക്കെ ഒന്ന് റെഡിയാക്കി ഇടണം. ഇതിപ്പോൾ എന്തോ പണി വെച്ചിരിക്കുന്നത് എൻ്റെ സെർവറിൽ കാണാൻ കിണ്ണം വീടുകളൊക്കെയാണ്. അതിനകത്താകുമ്പോൾ വലിയ ഡിസ്റ്റർബൻസ് ഒന്നും കാണത്തില്ല. നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വെച്ചാൽ പണിയാം. ഇവിടെ ഡിസ്റ്റർബൻസ് എന്നല്ല, വീണ്ടും ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി വെച്ചേക്കല്ലേ, വെറുതെ എന്തിനാണ് അങ്ങോട്ട് വിടുമ്പോൾ. നമുക്കിനി കുറച്ച് കമ്പ് വേണം. പിന്നെ അങ്ങനൊരു ഷവലുണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇനി ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതൊരു നല്ല കാര്യമാണ്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് എന്തെങ്കിലും ഇവിടെ ആയിട്ടുള്ളതല്ലേ ഏതാ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ നമുക്കത് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി വിടണം. ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ വെക്കുമായിരുന്നേ ഉണ്ടല്ലോ അതൊരു വേറൊരു രസമാണ്. എന്തിനാവട്ടെ, നമുക്ക് അവിടെ തന്നെ പണിയാം. അതായത് ഇവിടെ ബെറ്റർ ആയിട്ട് തോന്നുന്നു. അതാവുമ്പം എല്ലാ ബിൽഡും ഒരുമിച്ചിരിക്കില്ല. ഇത് ഭയങ്കര തലവേദനയാണല്ലോ. എൻ്റെ കുറച്ച് അയൺ ഇരിപ്പുണ്ടല്ലേ, അതായത് എനിക്ക് അയൺ വെച്ചിട്ട് ഇതൊക്കെ ഉണ്ട്. തന്നെ നമുക്കിതൊന്ന് മൈൻഡ് ചെയ്തെടുക്കട്ടെ. മതിയല്ലായിരിക്കും, ഇനിയും വേണോ എനിക്ക്. നമുക്കെന്തായാലും ഈ ഹീൽഡ് ഭയങ്കര തലവേദന. അത് അപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ നിറയുമായിരിക്കും എന്നാണ്. ഇത് ഇനി സ്റ്റോൺ വെച്ചിട്ടാണ് ആ സാധനം ഉണ്ടാക്കുന്നതാണ് ഭയങ്കര മെനക്കേട്. ഷോ അതിന് അങ്ങ് പോകണമെന്നാണ്.
ഇത് മതിയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മണ്ടിലൊത്ര കവള ചെയ്താൽ നിന്ന് കവർ ചെയ്താൽ മതി, ഒരുപാടൊന്നും അതിൻ്റെ ആവശ്യമില്ല. അതാണ് അയ്യോടാ അത് താഴെപ്പെടാൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി എന്തിനാ ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. തീർന്നു. ഞാൻ വിചാരിച്ചില്ല അപ്പുറത്ത് ഇത്തിരി വെള്ളം കിടന്ന കുഴപ്പമൊന്നുമില്ലായിരിക്കും. ഈ സമാന ഭയം കൊണ്ട് ഇഷ്ടമല്ല. സമാനം തന്നെ പറയുന്നതെന്നും എനിക്ക് അറിയത്തില്ല. മറ്റേ പച്ചപ്പായിട്ടുള്ള നമുക്കൊരു ഹാർഡ് കോർ അങ്ങ് തുടങ്ങി. ഹാർഡ് കോറൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഹാർഡ് കോറൊക്കെ ചെയ്യാൻ നിന്ന് എത്ര വട്ടം ഞാൻ ഈ വേൾഡ് വന്നിട്ട് എപ്പോഴേലും ചത്തായിരുന്നോ? ഇല്ല, ശരിയാ, ഞാൻ ഈ വേൾഡ് വന്നിട്ട് ഇതുവരെ ചത്തില്ല. എന്തായാലും റിസ്ക് എടുത്താലേ ചാവുള്ളൂ. ഇല്ലില്ല, ഞാൻ ചത്തിട്ടുണ്ട്. ഞാൻ മറ്റേ ക്രീപ്പറിന്റെ അടുത്ത് ചത്തിട്ടുണ്ട്. അത് വീഡിയോക്കകത്ത് ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഒരുപാട് ചത്തിട്ടുണ്ട്. എന്റെ XP നോക്ക് 7. അത് ഞാൻ ചത്തിട്ടുണ്ട്, എവിടെ ചത്തിട്ടുണ്ട്. ഇത് എനിക്ക് അങ്ങനെ അതായിട്ടൊന്നും തോന്നി. അയ്യോ, അപ്പൊ ഞാൻ എന്തായാലും അവിടെ എന്തായാലും അത്ര സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ കടാ ഇത്ര ആക്കിയിട്ടുണ്ട്. ഇനി അവിടെ 2-3 കൊണ്ട് വെക്കാനുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഷേപ്പ് ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഷേപ്പ് ആക്കണം. പൊടി ഇതൊക്കെ കൈ കൊണ്ടാണ് ആ മണ്ണ് പൊട്ടിച്ചെടുത്തത്. എനിക്ക് വന്ന് ഈ സൈഡ് ഷേപ്പ് ആക്കിക്കൊണ്ടാണെന്ന് തോന്നുന്നു ഇച്ചിരി കൂടെ എനിക്ക് മണ്ണ് കിട്ടിയത്. ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. അയ്യോ എടാ ഇതിന് പൊളിക്കണം. ഈ സൈഡ് പൊളിച്ചെടുക്കാം അല്ലേ? ഇതൊരു നല്ല കാര്യമാണല്ലോ. ഇവിടെ അങ്ങ് ബിൽഡ് കൊണ്ട് നിറയണം. നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തേക്കാം. ഇനി ഒരു പാത്ത് റെഡിയാണ്. ഈ വീഡിയോയിൽ തന്നെ ഒരു പാത്ത് ഒന്ന് റെഡിയല്ല എങ്ങനെ. അപ്പൊ ആ പാത്ത് റെഡി ആയി കഴിഞ്ഞാണ്ടല്ലോ അതൊരു നമുക്ക് സെറ്റാക്കാം. ആ ഒരു പാത്തും കൂടെ റെഡിയാക്കിയാലേ ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. ബിൽഡൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ ഇതുവരെ പൊട്ടിച്ചില്ല. ഇത് കൊള്ളാലോ. ഇതൊരു നല്ല സാധനമാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെയാണ് സാധനം സെറ്റ് ചെയ്യാനുള്ളത്. ഇവിടെയൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ ചെയ്യുന്നൊന്നുമില്ല. അതൊക്കെ മതി. നമുക്ക് ഇവിടെ എന്തായാലും അത് മരുന്നിട്ട് ഇപ്പൊ എന്തായാലും ഈ ഒരു സംഭവം സെറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ലുക്കൊക്കെ ഉണ്ട് ഇതായി. അപ്പം നമുക്ക് എന്തായാലും നമ്മൾ ഇവിടുത്തെ പണി തുടങ്ങാം. ഇപ്പൊ ഞാൻ എവിടെ തുടങ്ങുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതും കൂടെ ഷേപ്പാക്കട്ടെ. ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുന്നു. ഇനി അതും കൂടെ കുളിക്കത്തിന്റെ കാര്യമുള്ളൂ. അയ്യോ കൊള്ളാം. ഞാൻ ഫുഡ് വെച്ച് തന്നെ കയറി. ഓക്കെ, ഇവിടെ എന്തെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടല്ലേ? ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു? നമുക്ക് എന്തായാലും ഇപ്പൊ വുഡിന്റെ ആവശ്യമുണ്ട്. ഈ ഓറഞ്ച് വുഡ് വെച്ചാൽ ഞാൻ ചെയ്യാൻ പോയില്ല. ഇവിടെ ഞാൻ ഈ വുഡ് കണ്ടു. മേടാ മോനെ, നീ ഇത്ര നാൾ ഒളിച്ചിരിക്കുവായിരുന്നില്ലേ? ഇതുപോലെ ഇനിയും വേണ്ടി വരും. ഞാൻ വീട് പണിയുന്നതാണ് എനിക്കിപ്പോ പണിയായത്. വീട് പണിയെന്ന് പറഞ്ഞാൽ ഇവിടെ മരമില്ലത്താ. നമ്മുടെ മറ്റേ മരം കിളിച്ചു. നമുക്ക് ആ മരം പോയി എടുത്തിട്ട് വരാം. എന്നിട്ട് കുറച്ച് ഫുഡ് മേടിക്കണം കേട്ടാ. സംഭവം എന്ന് കഴിഞ്ഞാൽ എൻ്റെ ഫുഡില്ല. ഞാൻ ഇപ്പൊ ചാവും ഫുഡ് പണിയൊക്കെ. ഇനി നമുക്കൊരു ഡയമണ്ട് ആർമർ വേണ്ട, ഇപ്പോഴൊന്നും വേണ്ട. നമുക്ക് ബിൽഡില് ശ്രദ്ധ പുലർത്തും. 3 ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. ഇത്തിരി ഡിലേ ആണ്, വീഴൊന്നുമില്ല. നമുക്ക് സെറ്റ് ആക്കാം. ഈ ഒരു ഫാം ഉള്ളത് കാര്യമായില്ലേ? ഫുഡ് കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ എന്തിനായതിനെ നാടിന്റെ പറയുക നടക്കേണ്ടി വന്നേ അതിനെ കൊല്ലാൻ.
അയ്യോ ഞാൻ തന്നെ ഇവിടെ എങ്ങാണ്ട് പണി പറ്റിച്ച് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ കാണിച്ചു വെക്കുന്നേ. ഇനി ആ സാധനം എടുത്തോണ്ട് വന്നത് ശരിയാക്കിയില്ല, അത് അങ്ങനെ തന്നെ കിടക്കും. നമുക്ക് അതെന്തേലൊക്കെ ചെയ്യാം. കുറെ വേണം ഫുഡ്, അൺലിമിറ്റഡ് ഫുഡ്. ഞാൻ വിളഞ്ഞോണ്ട് നിന്നെ പറിച്ചെടുത്ത്. ഓക്കെ, ഇത് നട്ട് വയ്ക്കുന്നു ഒരു ഓട്ടോമാറ്റിക് ഫാം ഉണ്ടാക്കാൻ. പക്ഷെ ഇവിടെ റെഡ് സ്റ്റോൺ ഒന്നും എനിക്ക് കിട്ടായില്ല. പക്ഷെ പോക്കറ്റ് എഡിഷനിൽ റെഡ് സ്റ്റോണേ എടാ എന്തടേ ഇതൊക്കെ റെഡ് സ്റ്റോണേ ഉള്ളു. അത് സീനായിരുന്നു. കുറച്ച് അയണും കോപ്പറൊക്കെ വെച്ചിട്ട്. എനിക്ക് അതുണ്ടാക്കാൻ ഒരു താല്പര്യമില്ല. അതൊക്കെ ഭയങ്കര മെനക്കെട്ട പരിപാടി. മെനക്കെട്ട പരിപാടിക്കൊന്നും നിൽക്കാൻ പാടില്ല. നമുക്ക് അവിടെ ഒന്നും ഇല്ലല്ലോ. അവിടെ എന്തിനാ അപ്പം ശരിയൊന്നുമില്ല. ഇവിടെ നാളെ നിൽക്കുന്ന ഇഷ്ടം പോലെ ഇരിക്കുന്നു. ഓക്കെ, നമുക്ക് വേണ്ട ഫുഡ് എന്തായാലും നമുക്ക് തോനെയും കിട്ടി. തോനെ ഇത്ര എത്തിയിടോ. ഈ ഒരു ഫാം ഉള്ളത് കാര്യം കേട്ടാ. അത് പെട്ടെന്ന് കിളിക്കുന്നുണ്ട്. പെട്ടെന്ന് കിളിക്കുന്നില്ല, ഞാൻ അതൊന്നും തൊടാത്ത വെച്ചിരിക്കുന്നുണ്ട്. ഈ വേൾഡിൽ കയറിയിട്ടേ ഇല്ല. ഞാൻ വീഡിയോ എടുക്കാൻ മാത്രമേ കയറും. നമുക്ക് ഇനി അല്ലാതെയും കൂടെ കയറിയിട്ട് കുറച്ച് പരിപാടി സെറ്റാക്കാം. ഞാൻ അത് പിടിക്കുന്നേ എന്തടേ ഞാൻ കാണിക്കുന്നേ. ഇതും കൂടെ നടക്കാല്ലേ. ഞാൻ എപ്പോഴും ഇതിനകത്ത് തന്നെ വന്ന് വീഴും. കാരണം പുള്ളി അങ്ങോട്ടാണല്ലോ പോണത്. ഓക്കെ, നമുക്ക് ഈ മേളിലോട്ട് 6 വെക്കണം. 1 2 3 4 5. കറക്റ്റ് എൻ്റെ 6 ഉള്ളൂ. നമുക്കിപ്പോൾ ഇങ്ങനെ നമുക്കൊരു കുഞ്ഞു സാധനം സെറ്റാക്കിയാ. എനിക്ക് ഞാൻ യൂട്യൂബിൽ നോക്കട്ടെ. അല്ല, ഐ മീൻ സ്വന്തമായിട്ട് ആലോചിക്കട്ടെ. ഓക്കെ, അങ്ങനെ ഞാൻ ആലോചിച്ച് ഒരു സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ സെറ്റാക്കണമെങ്കിൽ ഇത് പോരാട്ടാ. ഞാൻ വലിയ വലിയ കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. അപ്പം ഇതൊന്നും അതിനെ പറ്റിയ സാധനങ്ങളല്ല. ഇവിടെയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു വേറൊരു ഷേപ്പ്, ഒരു മൈനിങ് ഒരു ടൈപ്പ് ഷേപ്പ് ആക്കണേ. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുമല്ലോ. ആ സാധനം ഇല്ലെങ്കിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കാനോ. എനിക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പോയി ഞാനാ. അതുകൊണ്ട് അവിടെ എങ്ങാണ്ട് സാധനമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമുക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കാം. നമുക്ക് ഇവിടെ അതുകൊണ്ട് ഇവിടെ നിന്ന് സ്പിയർ ഞാൻ യൂസ് ചെയ്തില്ല. ബ്രെഡ് ഉണ്ടാക്കാം. നമുക്ക് എത്ര ബ്രെഡ് ഉണ്ടാക്കാം? നമുക്ക് ഇവിടെ നിന്ന് 21 സ്റ്റാക്കെന്ന് 21 ബ്രെഡ് മിൽക. നമുക്ക് ഈ ബ്രെഡ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. 21 കിട്ടിയോളാ. അതെന്തൊരു പിള്ളടാ, അതെന്തൊരു പരിപാടി. അപ്പൊ നമുക്ക് ഇവിടെ എന്തായാലും നമ്മുടെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. മൈനിങ് മീൻസ് മൈനിങ് ഏരിയ ഉണ്ടാക്കുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയാൽ മതിയായിരിക്കുമെന്ന്. ഇത് നമുക്ക് ഇറങ്ങി താഴോട്ടല്ലേ പോണ്ടത്. ഒരു രീതി. എന്തുമാടാ ഇത്, എവിടെ നോക്കിയാലും വെള്ളം 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 എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇനി മൈൻഡ് ചെയ്ത് എങ്ങനെ താഴോട്ട് പോകും? അതിന് നമുക്ക് എന്തായാലും കുറെ ദൂരം പോകേണ്ടി വരും. ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ നമുക്ക് ഈ ഒരു വുഡ് പ്ലേസ് ചെയ്യും. ഇങ്ങനെ വുഡ് ഈ ഒരു രീതിയിൽ പ്ലേസ് ചെയ്യും. എന്നിട്ട് ഇവിടെ ഇച്ചിരി കൂടെ പൊളിഞ്ഞ് ബാക്കിലോട്ട് ഈ ഒരു മേളിൽ ഇങ്ങനെ ടർപ്പ് കണ്ടോ, ആ ഒരു രീതിയിൽ ഈ താഴെ പോവുമായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി സ്റ്റോണൊക്കെ വെച്ചിട്ട് ഇച്ചിരി കൂടെ ഡെക്കറേറ്റ് ചെയ്ത് വിടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടെ താഴോട്ട് ഇറങ്ങിയിരുന്നേ. ഇത് കൊള്ളാലോടാ. ഈറ്റാകെ നമുക്ക് ഈ സ്ഥലം അങ്ങ് തൂക്കിയാലാ എപ്പിടി. ഇത് കൊള്ളണ. ഞാൻ ഉദ്ദേശിച്ച സാധനം എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. വെറുതെ ഈ കിടന്ന് കുഴിക്കുന്നേ. ഇവിടെ ആവുമ്പോ ഇച്ചിരി കൂടെ സീനായിട്ടിരിക്കുമല്ലേ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതേപോലെ അങ്ങ് അടയ്ക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും കയറിയിരിക്കും, എന്നെ തിന്നും. ഓക്കെ, അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് സെറ്റാക്കാം. നമുക്ക് ഇവിടെ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി വിടാം.
ഇവിടെ ആകുമ്പോൾ നമുക്ക് വലിയ വെള്ളമില്ല. അതൊരു നല്ല പരിപാടിയാണ്. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടുമോന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് നോക്കല്ലേ. ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇത്ര വലുത് വേണം. ഇത് കൊള്ളാം. ഫസ്റ്റ് ഞാൻ പോയിട്ട് ആ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങനെ എടുത്തോണ്ട് വരട്ട്. ക്രാഫ്റ്റിംഗ് ടേബിള് നല്ലൊരു പണി തരാൻ ചാൻസ് ഉണ്ട് എനിക്ക്. ഞാൻ അവിടെ എവിടെ ഈ ബ്ലോക്ക് കൊണ്ടുവയ്ക്കുന്നത് എന്തിനാണ്? അപ്പൊ നമുക്കിപ്പോ ഇവിടെ ചെയ്യാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്ന് ഇവിടോട്ട് ട്രൈ ചെയ്യണം. ഇതാണ് നമുക്ക് വേണ്ടിയ സാധനം. ആരടാ ഇനി നീയൊക്കെ എന്താ ചെയ്യണേ? സുഖിന്ന് ഇപ്പൊ നമുക്ക് ആരും തീർത്തിട്ട് പോണം. നമുക്ക് ഈ പാത്തും കൂടി ഈ വീഡിയോ തന്നെ റെഡിയാക്കാല്ലേ വെറുതെ. അപ്പൊ ഇല്ലെങ്കിൽ ഞാൻ ഒന്നാമത്തെ കാര്യം ഈ സംഭവം ഉണ്ടാക്കാൻ നല്ല ചെറുതായിരിക്കും. അപ്പം വീഡിയോ ഇച്ചിരി ലോങ് ആക്കി എടുക്കാല്ലേ. കഴിഞ്ഞിട്ടത് വീഡിയോ എന്തോ നൈറ്റ് എന്തോ അയ്യോ വെറും അയണാകുമ്പോൾ എടുക്കുന്നത്, വേറെ ഒന്നും നമ്മളത് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് എന്തായാലും അതേപോലെ നടക്കുമെന്ന് ആരും പിടിക്കണ്ടേ. നമ്മള് അയ്യോ എടാ അവിടെ നിന്ന് എനിക്ക് പണി എന്നല്ല ഇവിടെ. ഓക്കെ ഇത് കൊള്ളാല്ലേ. ഇനി ഇരിക്കട്ടെ. ഇവിടെ നിന്ന് നമുക്ക് ചെയ്താ പോലെ. എങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നേ? ഇപ്പൊ എങ്ങനെ ചെയ്യാനെന്ന്. ഇവിടെ പിറകിൽ ക്രീപ്പറോ എല്ലാം വന്ന് പൊട്ടണം, ഞാൻ ചാവണം. അതായത് ഇവിടെ നമുക്ക് ഫസ്റ്റ് നമുക്ക് വേണ്ട സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചത്. അതിന്റെ പേരെന്തോന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ബാരിയർ അല്ലല്ലോ. ദാണ്ട് ഈ സാധനം. ഓഹോ 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 ഓ ഫസ്റ്റ് നമുക്ക് സ്ലാബ് ഉണ്ടാക്കണം. ഈ സ്ലാബടെ എന്തരടെ ഇത്. ഓക്കെ സ്ലാബ് ഇപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റുമല്ലോ, അല്ല എടുക്കാൻ പറ്റുമല്ലോ. കിട്ടൂലേ ഇതിനകത്തായിരുന്നു? അതാണ്. ഇത് ഇനി ഒന്നും കൂടെ എനിക്ക് വേണം. എത്ര സ്ലാബ് വേണം ഇതിനകത്തിന്? എന്തൊരു ഇത് ഭയങ്കര തലവേദനയാണല്ലോ പണി. ഓഹോ ഇത്ര മതിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു. ഓക്കെ 2 മതി. ബാരിയർ കൊള്ളാം കേട്ടാ, അതൊരു നല്ല വിഷയമാണ്. എടാ ഞാൻ എന്തിനാണ് ഇത്രയും കയറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നമ്മൾ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇതിനെക്കാട്ടി നിങ്ങൾക്ക് വല്ലതും കാണുന്നുണ്ടോ? നമുക്കൊരു മെയിനായിട്ടുള്ളൊരു കാര്യം ചെയ്യാം. ഓടിപ്പോയി വീട്ടിൽ കയറി കിടക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്കും ഒന്നും കാണത്തില്ല, എനിക്കും ഒന്നും കാണുന്നില്ല. റെക്കോർഡറൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ടോ എന്തോ? നമ്മളതൊക്കെ മറക്കോ? 2 വട്ടം മറന്ന പോട്ട്. അപ്പൊ നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. നല്ല മഴയുണ്ട്. കടാണ്ട് ഈ ഒരു സ്ഥലത്ത് മാത്രം മഴ പെയ്തില്ല, അവിടെ മാത്രം കിടന്ന് മഴ പെയ്തോണ്ടിരിക്കുക. അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ കാണുന്നത്. വീട്ടിലും കയറാകുന്നില്ല. ഈ വീട് എനിക്കും കൂടി ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഞാൻ സർവറിൽ വീടുണ്ടാക്കി വെച്ച് അതേപോലത്തെ ഒരു വീടുണ്ടാക്കായിരുന്നു. പക്ഷേ സർവറിൽ ഞാൻ നേരത്തെ ഒരു വീട് ഉണ്ടാക്കിയായിരുന്നു, ഒരു ചെറിയ വീടുണ്ടാക്കിയായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ കുറെ ഗ്രെയിൻ ചെയ്ത് നല്ല എല്ലാം സെറ്റായി വന്നപ്പോഴാണ് അപ്പൊ അതെല്ലാം സെറ്റായി വന്നപ്പോഴാണ് ഞാൻ ജസ്റ്റ് വീടൊന്ന് മാറിയത്. അവിടെ ഇനി പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇതേപോലത്തെ അവസ്ഥയായിരുന്നു. എന്തൊരു പണിയൊന്നും ആലോചിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഒരു പ്ലെയിൻ ആയിട്ടുള്ള മറ്റേ സ്ഥലം വാടകയ്ക്ക് കൊടുത്തിട്ട് വാടകയ്ക്കെല്ലാം വിറ്റിട്ട് നമ്മൾ ആ സംഭവം സെറ്റാക്കിയത്. നിങ്ങൾക്ക് അങ്ങനെ സർവറിൽ ജോയിൻ ചെയ്യണമെങ്കിൽ കയറിയാൽ മതി കേട്ടോ. ഞാൻ IP ചോദിച്ചാൽ മതി, കമന്റ് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരാം. അപ്പൊ തന്നെ അയച്ചു തരാം. പേടിക്കണ്ട. ഒരു 4 വെക്കല്ലേ. 1 2 3 3 ഒതുങ്ങിയ. ഇത് കൊള്ളാല്ലേ. അയ്യോ 1 2 3 ഒതുങ്ങിയ. നമുക്ക് ഇനി അങ്ങോട്ട് നീക്കം വേണോ അല്ലേ? ഇത് കൊള്ളാവോ? ഇച്ചിരി കൂടെ അടുപ്പിച്ച് വെക്കായിരുന്നല്ലേ. ഇത് ഒരുപാട് നീങ്ങിപ്പോയി. അതൊരു ബോർ രീതിയിലിരിക്കുന്നു.
1 2 3 എപ്പൊടി ഇപ്പൊ സീൻ സാധനം. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ XY കണക്ക് കൊടുക്കേണ്ടി വരും. അയ്യോ അങ്ങ് ഇരിക്കുന്ന മരം ഇവിടെ അടുത്ത് എവിടെയെങ്കിലും മരം ഉണ്ടോ നോക്കാം. സത്യം പറയാൻ എനിക്ക് അങ്ങോട്ട് കയറി പോകാൻ വയ്യ. അതാണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത്. ഈ വീഡിയോ തന്നെ പാത്ത് ഉണ്ടാക്കണോ വേണ്ടായിരിക്കും. 100 ഇഷ്ടംപോലെ മരം ഉണ്ടായിരുന്നു. ഞാൻ ആ സൈഡിൽ പോയി എത്ര മരം തപ്പിന്നറിയോ. ഞാൻ അവിടെ തപ്പാനായിട്ടൊന്നും ഇല്ല. കിട്ടിയതല്ലേ വേണ്ടതെണ്ണം ഉണ്ട് കൊണ്ടുപോവാ. ഓക്കെ നമുക്ക് വേണ്ടത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു കേവടാ, ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാലോ. കിടക്കുന്നു ഇത് നമ്മളെ മറ്റേ സ്ഥലം. കുഴപ്പമില്ല. അപ്പൊ ഇവിടെ ഒരു കേവായിട്ട് വരുമല്ലേ. അപ്പൊ നമ്മളെ ചെന്നിറങ്ങുന്ന കേവിനകത്തായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമ്പ. അവിടെ അല്ലേ കേവ്. നമ്മൾ ഈ സൈഡിലോട്ട് പോകേണ്ടി വരും എന്നാ. അപ്പൊ അവിടെ അല്ല. ഇടാ ഇപ്പൊ തന്നെ. ഓക്കെ ഓക്കെ. ഓഫ് നമുക്കിനി ഇവിടെ നിന്ന് 1 2 3 4 ഇത് കാണാൻ ഇപ്പൊ ഒരു രസമില്ല. ഞാൻ രസം ഇപ്പൊ വരുത്തി കണ്ടിന്. ഇപ്പൊ വരും രസം. ഇത് കൊള്ളാവോ? കൊള്ളത്തില്ലേ? സീനില്ലേ? ഇച്ചിരി കൂടെ അടുപ്പിച്ചാനായത് എനിക്ക് ഇതൊരു സുഖം തോന്നുന്നില്ല. അതാണ് ഞാൻ ഇപ്പം ഒന്നും കൂടെ അടുപ്പിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഞാൻ ഒന്ന് ഇതല്ലല്ലോ വെക്കേണ്ടത്. ഞാൻ എന്തോ കാണിക്കുന്നേ. അതും അതാക്കി. ഈ സാധനത്തിനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലല്ലേ. ഇതിവിടെ കൊള്ളടാ. 1 2 3 ഇപ്പൊ സീനായിട്ടാ. ഒരുപാട് ഇത് എനിക്ക് തോന്നുന്നു ഇത് 2 മതി കേട്ടാ. ഇത് എവിടെയാന്ന് നോക്കി ചെയ്യുന്നതല്ല. ഞാൻ എൻ്റെ ഒരു ഇതിനങ്ങ് ചെയ്യുന്നതാണ്. നമ്മൾ പിന്നെ ആരെ നോക്കിയൊന്നും ചെയ്യാറില്ല. ഇത് എന്തോ ചെയ്യുന്നേ. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇത് മേപ്പോട്ട് വരുത്തി കഴിഞ്ഞാൽ കൊള്ളാവോ? എന്തായാലും നമ്മൾ ആ സൈഡിലോട്ട് ആക്കിയതായിരിക്കും. ഇവിടെ ഒരെണ്ണം വെച്ച് നോക്കാം. ഇത് കൊള്ളാം. ഈ 8-ാം മോന് ഞാൻ ഏതാന്ന്. അയ്യോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ എന്റെ ബുദ്ധിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇല്ലാത്ത സാധനം എവിടെ നിന്ന് കൊണ്ട്. എടാ ഞാൻ ഇത് കറക്റ്റ് അല്ലേ? ഓക്കെ. പെർഫെക്റ്റ്. ഇനി നമുക്ക് വേണ്ടതാണ്, മെയിനായിട്ട് വേണ്ട സാധനമാണ് സ്റ്റോൺ. യെസ്, നമുക്കിനി കുറച്ച് സ്റ്റോൺ വേണം. നമുക്ക് പുറത്ത് വെക്കാനും പിന്നെ നമ്മുടെ പാത്ത് റെഡിയാക്കുമ്പോൾ അവിടെ വെക്കാനും. ഓക്കെ ഇങ്ങനെ മെനക്കെട്ട പരിപാടിയത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ക്രിയേറ്റീവ് ആക്കുന്നത് എങ്ങനെയാണെന്ന്. ഞാൻ കുറെ വീഡിയോ നോക്കി. അപ്പൊ അവര് പറയുന്ന രീതിയൊന്നും എന്റെ കീബോർഡിൽ വർക്ക് ആവുന്നില്ല. ഒരു F1+ എന്തിനോ ഞെക്കാം. കാരണം എനിക്ക് അങ്ങനെ വരുന്നുള്ളൂ. അതാണ് ക്രിയേറ്റീവ് ആക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാൽ നമുക്ക് ഒരു ടൈം ലാപ്സ് എടുക്കാമായിരുന്നു. എൻ്റെ വേറൊരു ഫോണിൽ നിന്ന് ഞാൻ ഈ വേൾഡിൽ ജോയിൻ ആയിട്ട് ആ ഒരു അക്കൗണ്ടിൽ കൂടെ ക്രിയേറ്റീവ് സ്പെക്ടേറ്റർ മോഡ് ആക്കിയിട്ട് സെറ്റാക്കാമായിരുന്നു. ഇങ്ങനെ പറന്ന് നിന്നിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു. എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പൊങ്ങിയിരിക്കുന്നത് അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അവിടെ കണ്ട പാലം സാധനം വെച്ച് ഇങ്ങനെ പൊങ്ങിയിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് എടുക്കുന്നു. അടുത്ത വീഡിയോ ഞാൻ ഇവിടെ നിന്നിട്ട് ഈ വീഡിയോയുടെ തമ്മിലും അങ്ങനെ ആയിരിക്കും. ഞാൻ ഇങ്ങനെ മണ്ടേ കയറി നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നു. അങ്ങനെ നടക്കുള്ളൂ, ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും 2 കൂടെ ഉണ്ടല്ലേ ഇവിടെ വെച്ച പോകാവൂ. ഇതൊക്കെ എന്തൊരു കാണിക്കുന്നേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഇത് ചെയ്യുന്നതിന് പകരം വെളിയിൽ എടായി നമ്മുടെ ആ ഒരു മുറി ഒന്ന് സെറ്റാക്കാം. മുറിയല്ല, ജസ്റ്റ് മൈനിങ് ചെയ്യുന്ന സ്ഥലം. നമുക്ക് വീണ്ടും ഒരു പണി കിട്ടി. പിന്നെ 2 ബ്ലോക്ക് ആയി പോയല്ലോ ഇത്. ഓക്കെ
ഇന്ന് വീഡിയോ ഇടാൻ പറ്റത്തില്ല, അതെന്താണോ എന്തോ. എനിക്കൊരു കൺസിസ്റ്റൻസി. നമുക്കിനി ഒരു സ്റ്റെയറും കൂടെ ഉണ്ടാക്കി അവിടെ നിന്ന് പണിഞ്ഞു വെച്ചിട്ട് ഞാൻ വേറെ പണിക്ക് പോകും. പോയി 4 മതിയാ? 4 ഒരു സ്ഥലത്ത് 3 വേണ്ടി വരും. അപ്പോഴാ 4 ഒരു 5-6 ഉണ്ടാക്കാം. 16 ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ. ഓക്കെ. പക്ഷെ ഇപ്പൊ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് മേലോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മളിങ്ങനെ കട്ട പൊട്ടിച്ച് മാറ്റേണ്ടി വരും. ഇപ്പൊ എനിക്കും ഒന്നും കാണുന്നില്ല, നിങ്ങൾക്കും ഒന്നും കാണുന്നില്ല. അതാണ് ഇപ്പൊ വിഷയം. ഇതാണ് ഞാൻ മെയിനായിട്ട് സ്റ്റേ ഇപ്പൊ കൊള്ളാവോ? തല ഇടിച്ചിടിച്ച് പോണു. എനിക്ക് അങ്ങനെ പോണ ഇഷ്ടമല്ല. ഇത്രയൊന്നും പറഞ്ഞാൽ തല ഇടിക്കണേ. ഇപ്പൊ ഇടിക്കോ? ഇല്ല. അപ്പൊ താഴെ വരെ ഞാൻ ഇങ്ങനെ ചെയ്യൂല, അത് വേറെ കാര്യം. ഇപ്പൊ എങ്ങനെ? എനിക്കൊരു ലാൻഡ് വേണമായിരുന്നു. ലാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ആക്കായിരുന്നു. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെ എന്തോ ചെയ്യും? കുറച്ച് കട്ടകൾ വെച്ച് നിരത്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ഇപ്പൊ എന്തെങ്കിലും വുഡ് വല്ല ഇരിപ്പുണ്ടോ? ഈ ഒരു വുഡ് ഇരിപ്പുണ്ട്. നമുക്കിതിനെ ഈ സാധനം ആക്കിയിട്ട് സ്റ്റെയർ ആക്കാകത്തില്ലേ? സ്റ്റെയർ ആക്കണമെങ്കിൽ സ്റ്റെയർ ആക്കി നോക്കട്ടെ. ഇനിയും വേണം. അപ്പൊ ഞാൻ എന്തായാലും അതൊന്ന് തപ്പി കണ്ടുപിടിക്കട്ടെ. രാത്രിയൊന്നും നമുക്കൊരു വിഷയമല്ല. അവിടെ ഒരു മരം കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ പോയ ഒരു മരം കിട്ടും. പക്ഷെ ആ മരമൊക്കെ അവിടെ നിൽക്കട്ട്. നമുക്ക് ഞാൻ പേടിച്ചു പോയി. ഞാൻ എന്തൊരു സോംബി എങ്ങാണ്ട് ഇറങ്ങി വരുമെന്ന് വിചാരിച്ചു. എവിടെ പോയി ഈ മരം കിട്ടുന്നതാണ് ഇവിടെ ബുദ്ധിമുട്ട്. എനിക്ക് ഈ ടൈപ്പ് മരമാണ് വേണ്ടത്. ഇവിടെ മൊത്തം മറ്റേ ടൈപ്പ് ഉണ്ട്. ഇവാന. ഓക്കെ, നമുക്ക് ആ സ്ഥലം എന്നിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി പോയിട്ട് നമുക്കൊരു സ്റ്റാച്ചു ഒക്കെ പണിഞ്ഞു വെച്ചാലോ? എന്തോ പറയാം. നമുക്ക് സുധിയണ്ണന്റെ സ്റ്റാച്ചു പണിയാണ് ഇവിടെ. എന്റെ വീട് തിളങ്ങുന്ന സീൻ. ഇവിടെ ഓറഞ്ച് കളറിൽ തിളങ്ങുന്നു. ഇവിടെ മൊത്തം നമുക്ക് ഇനി വെട്ടമാക്കണം. പക്ഷെ എന്റെ ടോർച്ച് ഇല്ല, അതാണ് ഇപ്പൊ വിഷയം. എടാ എവിടെ കേട്ടോ? ഞാൻ പറഞ്ഞില്ല, സൗണ്ട് എനിക്ക് തോന്നി. ആജാബേട്ടെ. ഞാൻ ഫസ്റ്റ് പോയി കിടന്ന് ഫസ്റ്റ് ആജാബേട്ടെ. എടാ എന്തൊരു പരിപണിയാണ് നീ എന്റെ വീട്ടിൽ പോയി പൊളിയുന്ന? നീ ആജാബേട്ടെ. വാ നീ വെള്ളത്തിൽ വാ. നീ ആണാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങും, അല്ല നീ പെണ്ണാണെങ്കിൽ ആണാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങ്. വാ പെരിയ വാ. നീന്താനും അറിയത്തില്ല, എന്തിനാണാ വരുന്നത്? എവിടെയാടാ? പെട്ടെന്ന് അവിടെ ഒന്നും പൊട്ടല്ലേ. എന്തിനാ ഈ ക്രീപ്പർ? അത്രേ ഉള്ളൂ. ഇവിടെ പറന്ന് വന്ന് വീണല്ലേ. ഞാൻ പോയി കിടന്ന് ഉറങ്ങാം, ഇല്ലെങ്കിൽ ഞാൻ ക്രീപ്പറിനെ വായിക്കാതിരിക്കും അടുത്ത്. ഇപ്രാവശ്യം എങ്ങനെ അത് അതിന്റെ മണ്ടയിൽ ചാടിയോണ്ട് ഞാൻ അറിഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന്റെ മണ്ടേന്ന് വന്ന് പുഷ്കന്ന് വീണയാണ്. അപ്പോഴാണ് ഞാൻ അതിന്റെ സൗണ്ട് കേട്ടത്. ഇവിടെ എന്തോ ഒറ്റക്കിരിക്കുന്നു. നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് വെച്ച് സെറ്റാക്കാം. അതൊരുമാതിരി ഇരുന്ന് കഥയൊന്നും അടച്ചില്ല. ക്രീപ്പർ വന്നിരിക്കുമെങ്കിൽ ഞാൻ എൻ്റെ ക്രീപ്പറിനെ വായിക്കാതിരിക്കും. ഇനി നമുക്ക് എന്തോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റെയർ ഉണ്ടാക്കാം. ഞാൻ കൈ വേദനിക്കുന്നു ടേബിളിൽ വെച്ച്. അപ്പം നമുക്കൊരു സ്റ്റെയർ ഇവിടെ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോവാം. 4 ഒന്നും വേണ്ട, വെറുതെ 4 ഒക്കെ ഉണ്ടാക്കുന്നു. നമുക്കിനി കുറച്ച് എൻ്റർപ്രൈനെ കൊല്ലാൻ പോയില്ല. ഡയമണ്ട് പോലും ആയില്ല. ഓക്കെ, ഇവിടെ ഇത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കൂടെ? ജട്ടാ മോനീതി കട്ടസീൻ ഇവിടെ വെച്ചാലോ? ഇതൊരുമാതിരി നെതർ പോർട്ടൽ കണക്കുണ്ട്, അത് വേണ്ട. ഇവിടെ മേളി മാത്രം ഇരിക്കട്ടെ. ഇനി അത് കൊള്ളാം.
എന്തായാലും കുറച്ച് വുഡില്ലേ, അപ്പുറത്തും കൂടെ അതേപോലെ സെറ്റാക്കാം. അത് ഇത് കൊള്ളാം. എൻ്റെ ബുദ്ധി അപാരം തന്നെ. സീൻ സീനാമുണി സീൻ. പിന്നെന്തായാലും ഇതായിരിക്കും അപ്പം നമ്മുടെ മൈനിങ് ഏരിയ. ഓക്കെ, നമുക്കിതെന്തായാലും ഇനി നമുക്ക് എന്തായാലും നമ്മുടെ പാത്തിൻ്റെ കാര്യം നോക്കാം. ഓഹോ, ഞാൻ അതിൽ നിന്ന് വെളിയിൽ വന്നു. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ഇപ്പം എന്തായാലും നമ്മൾ പാത്ത് ഉണ്ടാക്കാൻ പോകണം. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെയല്ല നമ്മുടെ പാത്ത് വരുന്നത്. രണ്ട് ബ്ലോക്ക് വെച്ചിട്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഇതേപോലെ ഒരു ബ്ലോക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് കൊള്ളാമല്ലേ? ഓക്കെ, ദിസ് ഇസ് ഗുഡ്. ഇത് കൊള്ളാം. ഓക്കെ, ഇത് ഞാൻ എങ്ങനെയാടാ ഇത് വെക്കുന്നേ? ഇത് 3, 4 വെച്ചിട്ട് വേണം വെക്കാനെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പുറത്ത് വരെ നമുക്ക് എന്തായാലും ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഒനിയും ബുദ്ധിമുട്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു സുഖമില്ല, മനസ്സിലായ? അതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ പല രീതിയിൽ ഇത് കൊണ്ടുപോകണം. അതാണ് ഇവിടുത്തെ ടാസ്ക്. ഇപ്പം ഇത് വേറൊരു ഇതിലാണ് നിന്നത്. ഇനി നമുക്കിത് എടാ അതും പൊട്ടി. ഇപ്പം വലിയ സീനില്ല. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ പോയിട്ട് ഇതെന്തായാലും ഞാൻ സെറ്റാക്കി കിട്ടും. ഞാൻ എന്തായാലും ഇനി ഈ സൈഡിൽ നിന്ന് നമ്മുടെ ഇവിടത്തെ പാത്ത് ഉണ്ടല്ലോ, ഇതിൻ്റെ കുറച്ച് മണ്ണുണ്ട്. നമുക്ക് ഈ മണ്ണ് എന്തായാലും എന്തെങ്കിലും ആവശ്യം വരും. അപ്പോൾ ഇവിടെ നിന്ന് ഓക്കെ, ഇനി നമുക്കിതിനെ രണ്ടായിട്ട് കണ്ടാ ഞാൻ പറഞ്ഞതിൽ ആവശ്യം വരുമെന്ന്. അങ്ങനെ നമുക്ക് നല്ല പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എല്ലാം നല്ല പണി കിട്ടും ഇത്. ഈ രീതി ഇത് ഇതൊരു നല്ലതാണ്. ഇതൊരു വഴി വന്നിട്ട് നമ്മുടെ ഈ വഴി മാത്രം നമുക്ക് ജസ്റ്റ് മണ്ണുകൊണ്ട് സെറ്റാക്കാം. ഓക്കെ 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 ഇത് കൊള്ളത്തില്ലേ? ഇപ്പൊ എന്ത് ഈ 1 by 1 ആയിട്ട് കൊണ്ടുപോണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഇവിടെ വന്നിട്ട് ഇത് സെറ്റാക്കാം. ഏട്ടാ ഇത് ഉണ്ടാക്കാനാണല്ലോ മെനക്കേട്. ഇത് ഞാൻ 5-6 ഉണ്ണി ഉണ്ടാക്കി വെക്കണേ. ഇത് നല്ല പണിയിട്ട പരിപാടിയാ. എവിടെയാ? 1 1 2 രണ്ടെണ്ണം മതി. ഓക്കെ, ഈ എഡ്ജസ് ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുത്താൽ അതേപോലെ. ഇതേപോലെ ജസ്റ്റ് വിട്ട്
ഇതങ്ങനുണ്ട്. ഓക്കെ, ഇത് നീങ്ങി കേട്ടാ. ഇനി നമുക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്കിനി പോണ വഴി വെട്ടം വേണം. ഓക്കെ, പോണ വഴി വെട്ടം വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു വഴിയാണ്. ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടാ. പോണ വഴി വെട്ടം വേണമെങ്കിൽ ഈ രീതിയിൽ ഇവിടെ ഇവിടെ എവിടെയൊക്കെ പണി വയ്ക്കാം. ഇനി നമുക്ക് ലങ്ങ പണിയാം. ഈ സ്ലാബ് നല്ലൊരു സാധനമാണ്. ഇനി ഈ സൈഡിൽ ഇതേപോലെ പഠിച്ചിരിക്കാം. നമ്മൾ പോണ വഴിയിൽ ഇവിടെ വരണം. ഇതെന്തിനാ പണിയുന്നതിനെ ഇപ്പൊ പറഞ്ഞുതരാം. വെട്ടത്തിനത് മനസ്സിലായല്ലോ. അത് തന്നെ. ഓക്കെ, നമ്മുടെ എൻ്റെ കയ്യിൽ ഇനി കുറച്ച് ടോർച്ച് കാണണം. ടോർച്ച് ഇല്ലെങ്കിൽ പണി കിട്ടും, അത് വേറെ കാര്യം. അതാണ് 10 ഉണ്ട്. സീനില്ല. ഇത് 12 ഉണ്ടായിരുന്നു. 13 ഉണ്ടായിരുന്നു. ഞാനത് ബ്രെഡ് ഞാൻ ബ്രെഡ് നോക്കാം അതിനകത്ത് വെച്ച്. നമുക്ക് ഇനി ഇതിന്റെ മണ്ടയിൽ ഇതേപോലെ സത്യത്തിൽ ലാൻഡഡ് ആണ് ഇതിന്റെ മണ്ടയിൽ വെക്കാനുള്ളത്. ഞാൻ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ലാൻഡ് ഇല്ലല്ലോ. ഇത് വേണോ ഇവിടെ? ഇത് വേണ്ടല്ലേ. ഇത് കാരണം ഞാൻ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ പണി ചോദിക്കാം. ഓക്കെ, നമുക്കിനി ഇതിലേക്കൂടെ ഒരു അതങ്ങനെ ഇരിക്കട്ടെ, അതൊക്കെ മതി. ഇവിടെ ഒരു വഴി, അല്ല ഇവിടെ ഒരു ലൈറ്റ്, ഇവിടെ ഒരു ലൈറ്റ്. വെറുതെ തറയെ വെക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇതങ്ങനെയുണ്ട് ദീനില്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കൊച്ചു പരിപാടികൾ. ജസ്റ്റ് ലൈക്ക് ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്റ്റോൺ വെച്ച് കൊടുക്കാൻ. നമുക്ക് പല പല സ്റ്റോണാണ് വെക്കാനുള്ളത്. നമ്മുടെ ഇപ്പോൾ ഉള്ളതേ നമുക്ക് വെക്കാൻ വെക്കുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ഗെയിം കളിക്കാറുണ്ട് കേട്ടോ. ഞാൻ കളിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ വന്നാൽ ഞാൻ കളിക്കും. അതായത് ഐ മീൻ ഈ PvP ടൈപ്പ് സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ ഞാൻ പിന്നെയും കളിക്കും. എനിക്ക് ഇതേപോലെ ബിൽഡ് ചെയ്ത് കളിക്കാൻ ഭയങ്കര പാടാണ്. ബെഡ് വാർക്ക് കളിക്കാൻ എനിക്ക് പിന്നെ അറിയാം. ഈ പാർക്കർ അങ്ങനത്തെ ഒക്കെ പരിപാടിയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ, ഒരു കൈ നോക്കായിരുന്നു. ഈ ബിൽഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ പണിയല്ല. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ വന്ന് കയറും കേട്ടോ. നമുക്കിവിടെ വെട്ടാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും രാത്രി ആവുന്നുണ്ട്. നമുക്ക് നമ്മുടെ വഴി ഒന്ന് നോക്കാം. ആ സമയത്ത് അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൊള്ളാല്ലേ ഇത്? ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ എൻ്റെ മൈൻക്രാഫ്റ്റ് സർവറിൽ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോ തന്നെ പോവാം, പേടിക്കണം. നമ്മൾ എല്ലാ വീഡിയോയും സ്കിറ്റ് ആകും ഗൈസ്. ഓക്കെ, ഇത് നൈറ്റ് ആവട്ടെ, നമുക്ക് നൈറ്റ് ആയിട്ട് പോവാം. കൊള്ളാല്ലേ ഒരു സത്യത്തിൽ. ഞാൻ ഇങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് തമ്മിലാണ് വേണ്ടത്. അതിന് ഞാൻ എന്താ ചെയ്യും. കൊള്ളാടാ, നല്ല രസമുണ്ട്. വേറൊരു വൈബാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് പറ്റില്ല, അത് കാണിക്കണമല്ലേ. ഞാൻ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഞാൻ സർവർ ഓണാക്കുന്ന കാര്യം ജസ്റ്റ് നോക്കി. സർവർ ഓണായി വരെ എനിക്ക് കുറച്ച് സമയം എടുക്കും. അത് മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ആ SMB തന്നെ അങ്ങ് കളിക്കാം. എങ്ങനെ, എന്താ പറയുന്നത്, വേറൊരു ചാപ്റ്റർ അങ്ങ് തുടങ്ങാം. ഈ SMBക്ക് പേരില്ല. ഫീഡ് സാർ SMB. ഓ ഒരു SMBക്ക് ഒരു പേര് പറഞ്ഞാൽ നമുക്ക് തെറ്റാകാം. നമുക്ക് അല്ലാതെ തന്നെ ഒരു പുതിയ SMB ക്രിയേറ്റ് ചെയ്തിട്ട് കട്ട സീനാകാം. എന്നിട്ട് നിങ്ങളെല്ലാവരും കയറുക. ചാവയോ പോക്കലടിച്ചിനും ഒരുമിച്ച് കളിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിലൊരു പേപ്പർ ബക്കറ്റ് ഉണ്ട്, അത് നമുക്ക് സെറ്റാക്കാം. എന്തായാലും നിങ്ങളെല്ലാം കൂടുതൽ ആൾക്കാരും ബെഡ് റോക്ക് ആയിരിക്കും. ഞാനും ബെഡ് റോക്ക് ആണ്. എനിക്ക്
PC ഒന്നും ഇല്ലടേ. നമ്മളിവിടെ ഈ ജാവയെ കളിക്കുന്ന മോജോ ലോഞ്ചർ എന്തായാലും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഉപരിക്ക് ഞാൻ പോണു. ബൈ.